ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളിൽ എ റഹീം എം പി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വിഷയത്തിൽ പ്രധാനമന്ത്രി മൌനം വെടിയണമെന്നും അതിക്രമം നടത്തിയവർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും റഹീം ആവശ്യപ്പെട്ടു. നാഗ്പൂരിൽ അറസ്റ്റ് ചെയ്ത ഫാദർ സുധീറിനെയും കുടുംബത്തെയും ഉടൻ മോചിപ്പിക്കണം. അക്രമങ്ങൾ മൌലികാവകാശങ്ങൾക്ക് നേരെയുള്ള അക്രമമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നും എ റഹീം. PR അരവിന്ദ് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, നേരത്തെ എ റഹീം എം പിയുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ എന്തൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്? അമൃത, ക്രൈസ്തവർക്ക് നേരെ വർദ്ധിച്ചു വരുന്ന ആക്രമണ സംഭവങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് എ റഹീം എം പി കത്തയച്ചിരിക്കുന്നത്. പ്രധാനമായും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ മൗനം അവസാനിപ്പിക്കണമെന്നതാണ്. കാരണം ദേവാലയങ്ങളടക്കം കൃത്യമായി ക്രിസ്മസ് വേളയിലെല്ലാം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് എന്തെന്ന ചോദ്യമാണ് ഇപ്പോൾ എ റഹീം എം പി ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും ജമ്മു കാശ്മീരിലെയും അതുപോലെ തന്നെ നാഗ്പൂരിലെയും സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ പാസ്റ്റർ ബേബി ജേക്കബിനും കുടുംബത്തിനും നീതി ലഭിക്കണം, അവർക്ക് നേരെ ആക്രമണം നടത്തിയവർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്ന് എ റഹീം എം പി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാഗ്പൂരിൽ അറസ്റ്റ് ചെയ്ത ഫാദർ സുധീറിനെയും കുടുംബത്തെയും മോചിപ്പിക്കണമെന്ന് കൂടി ഇപ്പോൾ എ റഹീം എം പി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രധാനമന്ത്രി തന്നെ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നും ഇപ്പോൾ എം പി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നടക്കം ഉയരുകയാണ്. അതേസമയം BJP അടക്കം ഈ വിഷയത്തിൽ മൗനവും തുടരുകയാണ്. അമൃത. ശരിയാണ്.